റിസൾട്ട് നോക്കുന്ന സമയത്ത് തുടർച്ചയായിട്ട് വളരെ കുറഞ്ഞ വിജയശതമാനം മാത്രമുള്ളൊരു കോളേജിൻ്റെ അക്കാഡമിക് കൾച്ചർ ആ രീതിയിലായിരിക്കാനാണ് സാധ്യത. അതിനെയൊക്കെ നമ്മൾ ഓരോ കോളേജിൻ്റെയും പശ്ചാത്തലത്തിൽ പ്രത്യേകമായി കാണണം. കാരണം അവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ നിലവാരം, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നിലവാരം, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് ഫെസിലിറ്റീസും, അങ്ങനെ പല കാര്യങ്ങളും അതിനോടൊത്ത് ചേർത്ത് പരിഗണിക്കേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ഈ റിസൾട്ടിനെ എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് പരിഗണിക്കണം എന്ന് നോക്കാം. ഓപ്ഷൻ രജിസ്ട്രേഷനെ സംബന്ധിച്ച് ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്, ഓപ്ഷനിൽ ആദ്യം നമുക്കിഷ്ടപ്പെട്ട ബ്രാഞ്ചുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. രണ്ടാമത്തത് നമുക്കിഷ്ടപ്പെട്ട ബ്രാഞ്ചുകൾ കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളുടെ ലിസ്റ്റ്. നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത കോളേജുകളുണ്ടെങ്കിൽ അവയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ലിസ്റ്റിനെ ഒന്ന് വിപുലീകരിക്കുക. ഇതാണ് സാധാരണഗതിയിലൊരു സ്ട്രാറ്റജി. എന്നാൽ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി പ്രത്യേകമായി പരിഗണിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അത് ചില സ്പെഷ്യൽ കേസുകളിൽ അത് തീർച്ചയായിട്ടും പരിഗണിക്കണം, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വിശദമായി സംസാരിക്കാം, സമയമെടുക്കുന്ന കാര്യമാണ്. അപ്പം ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്